എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണമേ. നമുക്കറിയാം, ഒരുപാട് പേര് നമ്മുടെ പ്രാർത്ഥനാസ്ഥ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. രോഗികളോട് പ്രാർത്ഥിക്കാം. കുടുംബ പ്രാർത്ഥിക്കാം. മനസ്സമാധാനമില്ലാത്തവരുടെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സങ്കീർത്തനം ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം ഇസ്രായേലിന് നല്ലവനാണ്. ദുർബലമായ ഹൃദയമുള്ളവർക്ക് തന്നെ ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല, മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല. അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ മോശത്വം കവിഞ്ഞൊഴുകുന്നു. അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു. അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു. ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും? അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എന്റെ കൈകളെ നിഷ്കളതയിൽ കഴുകിയതും വ്യർത്ഥമായി. ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു. എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ അവസാനത്തെന്ന് ഞാൻ ഗ്രഹിച്ചു. അവർ എത്ര വേഗം നശിച്ചുപോയി. എതിർകളാൽ ശേഷം തൂത്തറിയപ്പെട്ടു. എന്റെ ആത്മാവേൽ നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മുണ്ടനും മഞ്ഞനുമായിരുന്നു. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ്. അവിടെ എന്റെ വലതുകൈ ഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു
പോകും. അങ്ങയോട് കാവട്ടെ കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. എന്നാൽ ദൈവത്തോട് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതുകൊണ്ട് അങ്ങയുടെ മെച്ചപ്പുറത്തെ ആളുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നതുകൊണ്ട് അനന്തമറ്റാത്ത ആശ്വാസങ്ങളിലേക്ക് അങ്ങ് പാദങ്ങൾ തിരിക്കണമേ. ദേവാലയത്തിലുള്ളതെല്ലാം കത്തിനശിപ്പിച്ചിരിക്കുന്നു. മരം വെട്ടുകാർ മരം മുറിക്കുന്നത് പോലെ അങ്ങയുടെ ആലയത്തിന് അവർ തീവച്ചു. അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിലം അടിച്ചു തരത്തെ അശുദ്ധമാക്കി. ഞങ്ങൾക്ക് ഒരടയാളവും ലഭിക്കുന്നില്ല, ഒരു പ്രവാചകനും നിശ്ചയിച്ചിട്ടില്ല. ഇതെത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല. അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു? അങ്ങയുടെ വലതു കൈ എന്തുകൊണ്ട് അടക്കി വെച്ചിരിക്കുന്നു? ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു, സമുദ്രത്തിലെ വികസനങ്ങളുടെ തല പിളർന്നു. അങ്ങ് ഉറവുകളും നിർച്ചാലകളും തുറന്നുവിട്ടു, എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ അങ്ങ് വറ്റിച്ചു. ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു, അങ്ങ് കൃഷ്ണവും ഹേമന്തവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഭാവിന്റെ ജീവനെ വിട്ടുകൊടുക്കരുതേ, അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. ദരിദ്രരാകാൻ സമ്മതിക്കരുതേ, ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രവർത്തിക്കട്ടെ. അങ്ങയുടെ ശത്രുക്കളുടെ ആരവം, അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും. പറയരുതെന്ന് അഹങ്കാരികളോട്, കൊമ്പുയർത്തുന്ന വൃദ്ധനോട് ഞാൻ പറയുന്നു. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്.
ചൊരിഞ്ഞു മുത്തുന്ന വീര്യമേറിയ വീര് നിറഞ്ഞ പാനപാത്രം കർത്താവിന്റെ കയ്യിലുണ്ട്. അവിടുന്ന് അത് പകർന്നു കൊടുക്കും. ഭൂമിയിലെ സകലസ്ഥലം അത് മുട്ടുവരെ ഊറ്റിക്കുടിക്കും. ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും. വിദ്വാൻമാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങയുടെ മകത്വം പൂർണ്ണമാകുന്നു. ശാശ്വത സ്ഥലങ്ങളെക്കാൾ അങ്ങ് പ്രതാപനാണ്. യാക്കോബിന്റെ ദൈവമേ, അങ്ങ് ശ്വസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നെഞ്ചിൽ പതിച്ചു. ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു. മനുഷ്യന്റെ ക്രോധം പോലും അങ്ങേക്ക് സ്തുതിയായി പരിണമിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും. അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചുവിടുകയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ്. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവച്ചു പിടിച്ചു. ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനാകുന്നില്ല. കണ്ണു ചിമ്മാൻ അവിടെ തന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാകാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എന്റെ ആത്മാവിൽ ഈ ചോദ്യം വരികയും ചെയ്തു. അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? അത്യുന്നതന്റെ ശക്തി കണ്ടുമാത്താതെന്താണ് എന്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെ പറ്റി ധ്യാനിക്കും. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനങ്ങളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തുകയും അങ്ങ് തന്നെ. ദൈവമേ, സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിതപിച്ചു. അങ്ങേ കണ്ട് അഗാധം ഭയന്നു വിറച്ചു. അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റൊലികൊണ്ട് അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി നടുങ്ങി വിറച്ചു.
ജനത്തെ ഒരാട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ ഉപമയും പറയാം, പുരാതനത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. അവരുടെ മക്കളിൽ നിന്നും നാം അത് മറച്ചുവെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുതകൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിളിച്ചു കൊടുക്കണം. വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുഷ്ടാഠ്യക്കാരും മത്സരബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് വിശ്വസ്തരുമാകരുത്. അവർ ദൈവത്തിന്റെ ഉടമ്പടി ആദരിച്ചില്ല, അവിടുത്തെ സ്നേഹമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. അവിടുത്തെ യുദ്ധത്തിൽ സോവാനം വരയിൽ അവരുടെ പിതാക്കന്മാർ കാണി അത്ഭുതം പ്രവർത്തിച്ചു. പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു. പാറയിൽ അവിടുന്ന് തീർച്ചാലൊഴുകി, ജലനദി പോലെ ഒഴുകി. ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവിടുന്ന് പാറയെ അടിച്ചു, ജലം പൊട്ടിയൊഴുകി, നീർച്ചാലുകൾ കവിഞ്ഞു. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ? എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ ശക്തിയാൽ ആശ്രയിക്കുകയും ചെയ്തില്ല. അവർക്ക് ഭക്ഷിക്കുവാൻ അവിടുന്ന് മന്ന വർദ്ധിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാത്രങ്ങളുടെ ചുറ്റും അവയെ പൊഴിച്ചു. എന്നാൽ അവരുടെ കൊതിക്ക് മതി വരും മുൻപ് തന്നെ ഭക്ഷണം വായിരിക്കുമ്പോൾ തന്നെ എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവരവിടത്തെ തേടി, അവരനുഭവിച്ചു ദൈവത്തിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. എങ്കിലും അവരുടെ സ്തുതി കപടമായ
സത്യമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടുത്തോട് ചേർന്ന് നിന്നില്ല. അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. ഇപ്പോഴും അവിടുന്ന് കോപമടക്കി തന്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടുത്തോട് മത്സരിച്ചു, എത്രയോ പ്രാവശ്യം വിജയപ്രദേശത്ത് വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു. അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല. ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല. അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി, അരുവികളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു. അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു. അവിടുന്ന് തവളകളെ അയച്ചു. അവ അവർക്ക് നാശം വരുത്തി. അവരുടെ വിളവുകൾ കമ്പിളി മുഴുവനും അവരുടെ അധ്വാനഫലം വെട്ടുകിളികൾക്കും വിട്ടുകൊടുത്തു. അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴ കൊണ്ടും സിക്കമോർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ കന്നാലുകളെ കന്മഴയ്ക്കും അവരുടെ ആട്ടുകൂട്ടങ്ങളെ ഇടിതീക്കും ഇടയാക്കി. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തന്റെ ഉഗ്രകോപം, ക്രോശം, രോഷം, ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു. അവിടുന്ന് തന്റെ കോപത്തെ അടിച്ചുവിട്ടു. അവിടുന്ന് അവരെ മഴത്തുനിന്ന് ഒഴിവാക്കിയില്ല. അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ, ഹാമിന്റെ കൂടാരത്തിലെ പൗരുഷത്തിന്റെ പ്രഥമഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ ചെറിയാളുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു. ആട്ടുകൃതയെന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു. എന്നാൽ അവരുടെ വഴികളെ കടൽ മൂടിക്കളഞ്ഞു. അവിടുന്ന് അവരെ തന്റെ വിശുദ്ധ ദേശത്തേക്കും തന്റെ വലത്തുകളെ ഇടയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തിരുത്തി അവർക്ക് അവകാശങ്ങളെന്ന് കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു. എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടുത്തോട് മത്സരിക്കുകയും ചെയ്തു. അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിന് ന്യായങ്ങൾ അവിശ്വസ്തമായി പെരുമാറി. ഞാനഴിഞ്ഞ മില്ലുപോലെ വഴുതിമാറി. അവർ തങ്ങളുടെ പൂജാവിധികളാൽ അവിടുത്തെ പ്രവർത്തിപ്പിച്ചു. തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ ആശീർവാദമാക്കി. ദൈവവിധി കേട്ട് ക്രുദ്ധനായി അവിടുന്ന് ഇസ്രായേലിനെ പൂർണ്ണമായി പരിത്യജിച്ചു. ആകയാൽ അവിടുത്തെ മനുഷ്യരുടെ തന്റെ നിവാസമായ ശിലോയിലെ കൂടാരം ഉപേക്ഷിച്ചു. അവിടുന്ന് തന്റെ ശക്തിയെ വെടിമുട്ടത്തിനും മഹത്വത്തെ ശത്രുവിന്റെ കരത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് തന്റെ ജനത്തെ വാണിന് വിട്ടുകൊടുത്തു. തന്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു. അവരുടെ വാക്കളെ അഗ്നി വിഴുങ്ങി. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായിരുന്നില്ല. അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി. അവരുടെ വിധവകൾ വിലാപം ആചരിച്ചില്ല. വീഞ്ഞു കുടിച്ച് അലറുന്ന മണ്ണനെ പോലെ ഉറക്കത്തിൽ നിന്ന പോലെ കർത്താവ് എഴുന്നേറ്റു. അവിടുന്ന് തന്റെ ശത്രുക്കളെ തുരത്തി അവർക്ക് ശാശ്വതമായ അവധി വരുത്തി. അവിടുന്ന്
അറിയിച്ചു. കരവിരുന്നോടെ അവൻ അവരെ നയിച്ചു. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈശോയെ ജീവിക്കുന്നവനാണ്. വളരെ ആരാധികർത്താവേ, ഈശോയെ ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെല്ലാ പാപകറകളും കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവേ, ഈശോയെ സൗഖ്യം തരണമേ, മനസ്സമാധാനം തരണമേ കർത്താവേ. യേശുവെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളുടെ പേരും കരുണയായിരിക്കണം ഈശോയെ. എല്ലാ മക്കളുടെ പേരും കരുണയായിരിക്കണമേ. മതത്തിലും മയക്കുമരുന്നും അടിമപ്പെട്ടുപോയ കുഞ്ഞുങ്ങളുടെ പേര് കരുണയായിരിക്കണം ഈശോയെ. രോഗത്താൽ കരയുന്നവരുടെ കരുണയായിരിക്കണമേ. പ്രായത്താൽ കഴിയുന്നവരുടെ കരുണയായിരിക്കണമേ ഈശോയെ. നമ്മുടെ ലോകം മുഴുവന്റെ പേരും കരുണയായിരിക്കണം ഈശോ. നീ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.